ഹലോ ഗായ്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ യുണൈറ്റഡ് 47. എംബോമോയുടെ ചൂടിലാണ് നമ്മൾ നടക്കുന്നത്. എംബോമോയുടെ സൈനിങ് എങ്ങനെയാണ് എന്നതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും യുണൈറ്റഡ് ചുറ്റിപ്പറ്റിയും നടക്കുന്നത്. അപ്പം എംബോമോ ബ്രെഡ്ഫോർഡിൻ്റെ ഒരു നല്ല പ്ലെയർ ആയിരുന്നു. എംബോമോ കഴിഞ്ഞ സീസണിൽ ബ്രെഡ്ഫോർഡിൻ്റെ ഒരു നെടുന്തൂണായിട്ട് നിന്ന ഒരു പ്ലെയറാണ്. തോമസ് ഫ്രാങ്കിൻ്റെ അരിമ ശിഷ്യൻ ആണ് എംബോമോ. തോമസ് ഇപ്പം ആകെ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് തോമസ് ഫ്രാങ്ക് ചിലപ്പോൾ ടോട്ടനമിൽ പോകുന്ന കാരണം എന്നായിരുന്നു, അതിനു വേണ്ടിയാണോ വെയിറ്റ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ ചില റൂമേഴ്സ് വരുന്നുണ്ട്. പുള്ളിക്കാരന് ഇപ്പോൾ ഉള്ള സാലറി എന്ന് പറയുന്നത് 45K പൗണ്ട്സ് പെർ വീക്കാണ്. പുള്ളിക്ക് 250K പൗണ്ട്സ് പെർ വീക്ക് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത്. അതൊക്കെ എനിക്ക് ഒന്ന് നെഗോഷിയേറ്റ് ചെയ്ത് താഴോട്ട് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ ഞാൻ നോക്കിയിട്ട്. അപ്പം പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ബ്രെഡ്ഫോർഡിന് 55 യുണൈറ്റഡിൻ്റെ ഫസ്റ്റ് ബിഡ് കഴിഞ്ഞ ദിവസം പോയായിരുന്നു. 45 മില്യൺ യൂറോസും പ്ലസ് 10 മില്യൺ ആഡ് ഓൺസുമാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ബ്രെഡ്ഫോർഡിന് ഷുവർ കട്ട് 50 മില്യൺ വേണം എന്ന് പറഞ്ഞാണ് ബ്രെഡ്ഫോർഡ് ഇരിക്കുന്നത്. അതായത് അവർ പറയുന്നത് കുൻഹയുടെ അത്രയും തന്നെ വാല്യുവേഷന് എംബോമോനെ സൈൻ ചെയ്യണം എന്നുള്ളൊരു രീതിയിലാണ് ബ്രെഡ്ഫോർഡ് ഇരിക്കുന്നത്. അപ്പം അങ്ങനെയാണ് വരുന്നുണ്ട്. അപ്പം എംബോമോൻ്റെ ഡീലിങ്ങിൻ്റെ പുറകിലാണ് നമ്മളിപ്പോൾ മൊത്തം ഉള്ളത്. എനിക്ക് എംബോമോ ഒരു നല്ല പ്ലെയറായിട്ടാണ് തോന്നിയിരിക്കുന്നത്. എംബോമോ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ടാലൻറ്റ്. കഴിഞ്ഞ കുറേ കാലമായിട്ട് പ്രീമിയർ ലീഗിലുള്ള ബെസ്റ്റ് ടാലൻറ്റുകളിലൊന്നാണ് എംബോമോ എന്ന് പറയുന്നത്. എംബോമോയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്, ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി, ആ ഫ്രണ്ട് ത്രീ കളിക്കാൻ പറ്റുക, ഡൈനാമിക് എന്ന് പറഞ്ഞ ഒരു വലിയ കാര്യമാണ്. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ കുറച്ച് നാൾ ദിവസം വീഡിയോ ഇട്ടില്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ ഓർമ്മ ബ്രൂണോ സെഡ് നോ ടു സൗദി അൽ ഹിലാൽ. അപ്പോൾ ബ്രൂണോ എന്തായാലും ഇനിയും പോകുന്നില്ല. ബ്രൂണോയുടെ മാനേജ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ബ്രൂണോ എസ്ഓർനോ പറഞ്ഞാൽ മാനേജ്മെൻറ്റ് മാനേജർ സെല്ല് ചെയ്യാൻ തീരുമാനിച്ചു. ബ്രൂണോയുടെ എസ്ഓർനോയിലാണ് ഇരുന്നത്. അപ്പം ബ്രൂണോ നോ പറഞ്ഞു. അതുകൊണ്ട് ബ്രൂണോ വിൽ ബി സ്റ്റേയിങ് ബാക്ക് ആസ് എ യുണൈറ്റഡ് പ്ലെയർ ആൻഡ് വിൽ ബി പാർട്ട് ഓഫ് അവർ പ്രൊജക്റ്റ്. അപ്പം ബിഗ് സല്യൂട്ട് ടു ബ്രൂണോ. അപ്പോൾ ഒരു നല്ലവനായ ഉണ്ണീനെ നമ്മൾ രക്ഷിച്ചിരിക്കുന്നു ബലിയാട്ടിൽ നിന്ന്. അപ്പം ബ്രൂണോ വിൽ ബി വൺ ഓഫ് അവർ മെയിൻ പ്ലേയേഴ്സ് നെക്സ്റ്റ് സീസൺ. അവിടെ നമ്മുടെ ക്യാപ്റ്റൻ മെറ്റിൽ എംബോമോനെ. പിന്നെ ഞാൻ കമ്മിങ് ബാക്ക് ടു എംബോമോനെ വെച്ച് പറയുവാണെങ്കിൽ എംബോമോ ഹാസ് ദാറ്റ് ആ ഒരു കഴിഞ്ഞ സീസൺ നല്ല പുള്ളിയുടെ കിടിലം സീസണായിരുന്നു. പിന്നെ എംബോമോന് ആ ഫ്രണ്ട് ത്രീ കളിക്കാൻ പറ്റുന്ന ഒരു ഇതുണ്ട്. ലെഫ്റ്റിലും കളിക്കും, റൈറ്റിലാണ് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ഓറിയൻറ്റേഷൻ. എനിക്ക് തോന്നുന്നു ഇത്തവണത്തെ സൈനിങ് എല്ലാം അഹമ്മദിനൊരു ആയിരുന്നു. നല്ലൊരു കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റിയ സൈനിങ് ആണ് സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എംബോമോ ആണെങ്കിൽ റൈറ്റ് വിങ്ങിൽ കളിക്കാൻ പറ്റിയ, റൈറ്റ് വിങ്ങിൽ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്ത് കളിക്കുന്ന പ്ലെയറാണ്. അപ്പോൾ അഹമ്മദിനൊരു കോമ്പറ്റീഷൻ ആണ് ഇപ്പോൾ പൊതുവെ നമ്മുടെ സൈനിങ് എല്ലാം വരുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത് വേറെ ആരുമല്ല, നമ്മുടെ സാഷ വിക്ടർ ഗൊറസ്കിനെ പറ്റി പറയുമ്പോൾ ആർസണൽ ഇപ്പം ബെഞ്ചമിൻ സെസ്കോയുടെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് തോന്നുന്നില്ല ഡേവിഡ് ജേക്കബ്സ് കഴിഞ്ഞ ഒരു ഇൻ്റർവ്യൂവിൽ യുണൈറ്റഡ് സ്റ്റാൻഡിൻ്റെ, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, മാർഗോ ബ്രിഡ്ജിൻ്റെ യുണൈറ്റഡ് സ്റ്റാൻഡിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പം അതിനകത്ത് പറഞ്ഞായിരുന്നു ഗൊറസ്കോ ഈസ് വെയിറ്റിംഗ് ഫോർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അതായത് പുള്ളിക്ക് അമറിമോയിട്ട് റീജോയിനിങ് വേണം. അതിപ്പം അതിനാണ് ആ പുള്ളി നിൽക്കുന്നത്. അപ്പം അതിനു വേണ്ടി പുള്ളി വെയിറ്റ് ചെയ്യുകയാണെന്നാണ് ഇപ്പോൾ പൊതുവേ കളിക്കുന്ന റൂമർ. അപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ആ ഡീൽ എങ്ങനെ പുൾ ഓഫ് ചെയ്യുമെന്ന് എനിക്കറിയാൻ മേല. നമുക്ക് ആ മേജർ ഔട്ട് ഗോയിങ്സ് ഒന്നും പോകുന്നില്ല. ഒരു പ്ലെയറിനെ സൈൻ ചെയ്യാൻ അവരുടെ പുറകെ പോകുന്നത് ഓക്കെയാണ്. പക്ഷെ അതനുസരിച്ച് നമുക്ക് ആരെങ്കിലും ഇൻപുട്ടിലോട്ട് കൊണ്ടുവരണ്ടേ, ഔട്ട്പുട്ടിലാക്കണ്ടേ. എല്ലാം ഇൻപുട്ടായെങ്കിലും ഔട്ട് ഗോയിങ് ഒന്ന്. ഇപ്പോൾ ആൻ്റണീനെയും ഗർണാച്ചനും ബയർ ലെവർകൂസൻ, ടെൻഹാഗിനെ വേണമെന്ന് പറഞ്ഞു. ബയർ ലെവർകൂസൻ അതിൻ്റെ പുറകെയാണെന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ കുറച്ച് റൂമേഴ്സ് ഉണ്ടെന്നല്ലാതെ നമുക്കൊരു സോളിഡ് റൂമർ ദാറ്റ് ഈസ് ദേ ആർ ഗോയിങ് ഔട്ട് എന്ന് പറഞ്ഞ് ഇതുവരെ വന്നിട്ടില്ല. അപ്പം എനിക്ക് പക്ഷെ പറയാനുള്ളത് ഇറ്റ്സ് അബൌട്ട് ക്ലബ്. കുൻഹല്ല, എംബോമോനെ സംബന്ധിച്ച് എംബോമോനെ ചെൽസിയും ആർസണലിലും ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അവരെ 2 ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ കിട്ടിയ പ്ലേയേഴ്സ് അവരെ റിജക്റ്റ് ചെയ്തു. ഹീസ് ട്രൈങ് ടു ജോയിൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. നമ്മൾ ടേബിളിൽ ബോട്ടം ഹാഫിൽ ഫിനിഷ് ചെയ്തൊരു ക്ലബിന് വേണ്ടി, അപ്പോൾ ആ ക്ലബിൻ്റെ ഓറ എത്ര വലുതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വാട്ട് ഈസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രാൻസ്ഫർ സീസണിൽ നമുക്ക് ചിലപ്പോൾ മനസ്സിലാകും. ഇപ്പോഴത്തെ ഈ സിറ്റിനെ ഫോളോ ചെയ്യുന്ന പിള്ളേർക്കൊന്നും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഓറയും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കൊടുത്ത കോമ്പറ്റീഷൻ അറിയാൻ മേലായിരിക്കും.
അപ്പം നമുക്കറിയാം യുണൈറ്റഡ് എന്താണ്. പഴയ തൊട്ടുള്ള ഫാൻസിന് അറിയാം യുണൈറ്റഡ് എന്താണ്, എവിടെ നിന്നാണ് വന്നത്. ആളറിഞ്ഞ് കളിക്കട എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അതാണ് യുണൈറ്റഡ്. അത് മാത്രമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അപ്പം അതിപ്പം ഞാൻ പറയുന്ന ഗൊരസ്കേനെയും കൂടെ നമ്മൾ വിക്ടർ ഗൊരസ്കേനെയും കൂടെ നമ്മൾ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആ ഡീൽ നമുക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റിയ മേജർ ഔട്ട് ഗോയിങ്സിന് കഴിഞ്ഞിട്ട് വിക്ടർ ഗൊരസ്കെ സത്യം പറഞ്ഞാൽ സത്യമല്ല, വി ആർ റിമൈൻഡിങ് പ്രീമിയർ ലീഗ് ബൈ വി ആർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ബാക്കിയുള്ള എല്ലാ ക്ലബ്ബ്, കാരണം ഗൊരസ്കോയ്ക്ക് ആർസണലിൽ പോവാം, ചെൽസി പോവാം. ഗൊരസ്കോ ഒരു നല്ല, അതായത് ടോപ്പ് 5 സെൻട്രൽ ഫോർവേഡിലെ ഏറ്റവും ബെസ്റ്റ് സെൻട്രൽ ഫോർവേഡാണ് ഗൊരസ്കോ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ടോപ്പ് 5 ലോകത്തിലെ എടുത്താൽ അതിലൊരാളാണ് ഗൊരസ്കോ. ആ ഗൊരസ്കോയ്ക്ക് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിന് അംബീഷൻ കാണും, വലിയ വലിയ ട്രോഫികൾക്ക് അംബീഷൻ കാണും. പക്ഷെ ആ അംബീഷൻ അമറിം വഴി ഇവിടെ ഫുൾഫിൽ ചെയ്യുമെന്ന് പുള്ളിക്കറിയാം. ആ ഒരു വിഷനാണ് പുള്ളീനെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നത്. കാരണം അമറിമിൻ്റെ സ്വപ്നപുത്രനാണ് ഗൊരസ്കോ. അമറിമിൻ്റെ മറ്റേ ഗൊരസ്കോയുടെ ഗോഡ് ഫാദറാണ് അമറിം. അതായത് നമ്മുടെ അലക്സ് ഫെർഗ്യൂസനും ക്രിസ്ത്യാനോ റൊണാൾഡോയും പോലെയാണ് അമറിം ഗൊരസ്കയും. അപ്പം ആ ഒരു ബോണ്ട് ഇവർക്ക് എന്തായാലും വേണം. അപ്പം മേജർ സൈനിങ് അപ്പം ഇനി വരാൻ പോകുന്നത് എനിക്കൊന്ന് എംബോമയുടെ ആയിരിക്കും. പിന്നെ ഗൊരസ്കോയുടെ കാര്യം നമുക്ക് ഒരു റൂമറാണ്, ഗൊരസ്കോയ്ക്ക് ഇപ്പോൾ വേറെ ഓഫർ കിട്ടിയാൽ പോവാം. നമുക്കിത് 75 മില്യനാണ് സ്പോർട്ടിങ് വയ്ക്കുന്നത്, അത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്നറിയാൻ മേല. പിന്നെ പറയാനുള്ളത് ഇപ്പോൾ പിന്നെ പറയുന്നത് റാസ്മസ് ഇൻ്റർലോട്ട് പോകുന്നുണ്ട്, 40 മില്യൺ എന്നാണ് തോന്നുന്നത്. അപ്പോൾ 40 മില്യൺ അങ്ങനെ വരും. കുറച്ച് റൂമേഴ്സ് ഉണ്ട് ഔട്ട് ഗോയിങ്ങിൻ്റെ, പക്ഷെ ഒന്ന് സോളിഡ് ആയിട്ടോ ബെൻ ജേക്കബ്സോ അല്ലെങ്കിൽ ഡേവിഡ് ഓൺസ്റ്റീനോ അതുപോലെ തന്നെ ഫെബ്രിസിയോ റൊമാനോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഔട്ട് ഗോയിങ്ങിൻ്റെ മേജർ. ഇൻകമിങ്ങിൻ്റെ മേജർ ഇതെല്ലാം ഇവരൊക്കെ ഡേവിഡ് ഓൺസ്റ്റീനും ബെൻ ജേക്കബ്സോ പറയുന്നുണ്ടല്ലോ, ഔട്ട് ഗോയിങ്സിനൊന്നും സോൾഡ് പറയുന്നില്ല. അപ്പം നമുക്ക് ഇനിയുള്ള കാരണം നമ്മുടെ ട്രാൻസ്ഫർ ഭയങ്കര അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഡേ കുൻഹ സൈൻ, സെക്കൻഡ് ഡേ എംബോമയായിട്ട് ലിങ്ക്, തേർഡ് ഡേ എന്നായിരുന്നു എംബോമ കൺഫേം ചെയ്യുന്നത് പേഴ്സണൽ ടൈംസ് ഞങ്ങൾ പോവുകയാണെങ്കിൽ യുണൈറ്റഡിലോട്ട് പോകുന്നുള്ളൂ. ആ ഒരു പേസാണ് നമുക്ക് വേണ്ടത്. ആ പേസ് നമ്മൾ ബിൽഡപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് ഈ ഒരു ട്രാൻസ്ഫറിൻ്റെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ ഭയങ്കരമായിട്ട് അതായത് നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഒന്ന് കഴിഞ്ഞ് പണ്ടത്തെന്ന് പറഞ്ഞാൽ ആദ്യം ഒരു റൂമർ വരും, പിന്നെ 2 ആഴ്ച ആ റൂമർ വെച്ച് നമ്മൾ കുറേ സ്റ്റാറ്റസ് ഇടും, നാട്ടുകാർ കുറേ സ്റ്റാറ്റസ് ഇടും. അപ്പോൾ അവർക്ക് കുറേ ക്ലിക്സ് കിട്ടും, സോഷ്യൽ മീഡിയ ആക്ടിവിറ്റി കൂടും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓഗസ്റ്റ് പകുതിയാകുമ്പോൾ നമ്മൾ പിന്നെ സൈൻ ചെയ്യും. അപ്പോൾ എനിവേ ഇപ്പോൾ ഇത്രയാണ് അപ്ഡേറ്റ്സ് വന്നിരിക്കുന്നത്. ഇതൊക്കെ ഓൾറെഡി അപ്ഡേറ്റ്സ് ആണ്. ഇപ്പം ഞാൻ കുറച്ച് നാളായി വീഡിയോ ഇട്ടിട്ട്, അതായത് പേഴ്സണൽ അല്ല, എനിക്ക് തോന്നിയില്ല വീഡിയോ ഇടാൻ. ഞാനൊരു മൈൻഡ് ഔട്ട് ആയിട്ടിരിക്കുന്ന സമയം. അപ്പോൾ പിന്നെ ഈ അപ്ഡേറ്റ്സ് എല്ലാം പറഞ്ഞൊരു വീഡിയോ അങ്ങ് ഇട്ടേക്കാമെന്ന് വിചാരിച്ച് ഞാൻ ചെയ്തതാണ്. എനിവേ പറ്റുവാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ 2 സബ്സ്ക്രൈബർ ഇറങ്ങിപ്പോയിട്ടുണ്ട്, അവരെല്ലാം തിരിച്ചു വരിക. എനിവേ ഓക്കെ, ഫൈൻ, താങ്ക് യു എല്ലാവർക്കും. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.